കൊള്ളാം, കുഴപ്പമില്ല. എങ്ങോട്ട് കുഞ്ചാക്കോവനും കുഞ്ചാക്കോ നല്ല സ്ക്രീൻ പ്രസൻസ് ആണ്. പിന്നെ പയ്യൻ കൊള്ളാം, വൈശാഖും അല്ലേ, വിശാഖും. ആ, പയ്യന് നൈസായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്, കൊള്ളാം. എങ്ങോട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ജോണറല്ലേ വരുന്നത്? ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. സസ്പെൻസ് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഇച്ചിരി വലിച്ചു നീട്ടിയതുപോലെ തോന്നി. പക്ഷെ BGM ഒക്കെ കൊള്ളാം, നൈസായിട്ടുണ്ട്. അടിപൊളിയാണ്. ചാക്കോച്ചനാണെങ്കിലും വില്ലന്മാരാണെങ്കിലും എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. തുടക്കം മുതൽ ത്രൂ ഔട്ട് നമുക്ക് നല്ല രീതിയിൽ എൻഗേജ് ചെയ്യുന്ന ടൈപ്പുള്ള സ്റ്റോറി ലെവലാണ്. പിന്നെ എല്ലാവരും അഭിനയിച്ചിട്ടുള്ള എല്ലാവരും പൊളിയാണ്, അടിപൊളി. കുഴപ്പമില്ല, മീഡിയം. കുഞ്ചാക്കോവനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായിരുന്നു. ഡ്രഗ്സിന് അഡിക്റ്റഡ് ആയിട്ടുള്ള സമൂഹം ഉണ്ടെങ്കിൽ ഫിലിം കണ്ടിട്ട് ഇങ്ങനെ ആയി പോകരുതെന്ന് ആഗ്രഹിച്ചാൽ കൊള്ളാമായിരുന്നു. എടുത്ത് പറയാൻ ലൈക്ക് ഫാമിലി, ഞാൻ പറഞ്ഞ പെൺമക്കളുള്ള അമ്മമാർക്ക് ഇത്തിരി പേടി തോന്നുന്ന ഒരു ഫിലിമാണ്. എന്തിനോടെങ്കിലും റിയാക്ട് ചെയ്താൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നുള്ളൊരു സംഭവം. സെക്കൻഡ് ഹാഫ് നമ്മൾ കുറച്ച് ഊഹിക്കാൻ പറ്റുന്ന പോലത്തെ കാര്യങ്ങളാണ്. പക്ക ഇൻവെസ്റ്റിഗേഷൻ അല്ല, ലൈക്ക് എവറിത്തിങ് ഈസ് നോ സസ്പെൻസ്, എല്ലാം ആദ്യം മുതലേ ഉണ്ട്. പിന്നെ ചാക്കോച്ചൻ വളരെ നന്നായി ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ക്യാരക്ടർ ബൈ ലുക്ക് ആണെങ്കിലും അദ്ദേഹത്തിന്റെ ഫേസിലായാലും ആ എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ നന്നായി വന്നിട്ടുണ്ട്. നല്ല പടമാണ്. മലയാളത്തില് കണ്ടിട്ടില്ലാത്ത ടൈപ്പ് ത്രില്ലറാണ്. മറ്റേ സസ്പെൻസ് ത്രില്ലറും കാര്യമൊന്നുമല്ല, പക്ഷെ നടന്മാരൊരു രക്ഷയില്ല. എസ്പെഷ്യലി വില്ലൻ വൈശാഖ് നായർ നമ്മൾ ആനന്ദത്തിലും ചോക്ലേറ്റ് ബോയിലൊക്കെ കണ്ടിട്ട് അന്യായ ഇതാണ്. നല്ല തീമാണ്, ആക്ഷൻ കോറിയോഗ്രാഫി എല്ലാം ആയിക്കോട്ടെ. ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല, പക്ഷെ ഒരു വേറെ ലെവൽ സാധനമാണ്. കുഞ്ചാക്കോവനൊന്നും ശരിക്കൊന്നും പറയാനില്ല. നമ്മൾ വിചാരിക്കും സിമിലർ ഇതാണെന്ന് വിചാരിക്കും, പക്ഷെ അല്ല, പുള്ളി നല്ലോണം ചെയ്യുന്നുണ്ട്. നല്ല പടമായിരുന്നു. മെയിൻ ഹൈലൈറ്റ് കുഞ്ചാക്കോവനാണ്. ഒരു ഇതുവരെ കാണാത്തൊരു ക്യാരക്ടറാണ്. മേക്കിംഗ് വൈസ് കിടിലുമാണ്. ക്യാമറ വർക്ക് എല്ലാം നൈസായിരുന്നു. ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറല്ലേ വരുന്നത്, അപ്പൊ അതെങ്ങനെ ഉണ്ടായിരുന്നു? ആ ഒരു രീതിയിൽ നല്ല ഒരു എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. മ്യൂസിക് സൈഡ് ജെയ്ക്സ് ബിജോയ് കിടിലായിരുന്നു. നല്ല BGM ഒക്കെ ആയിരുന്നു. സൂപ്പർ ആയിട്ടുള്ള സിനിമയാണ്. ഒരു നല്ലൊരു ത്രില്ലറാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ സസ്പെൻസ് ത്രില്ലർ ഒന്നുമല്ല, ഒരു സസ്പെൻസും ഇല്ല, പക്ഷെ നല്ലൊരു ഇമോഷണൽ ത്രില്ലർ എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് വില്ലൻ ആരാണ് അല്ലെങ്കിൽ വില്ലന്മാരാണ് സിനിമയുടെ തുടക്കത്തിൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആ മനസ്സിലാക്കിയിട്ട് നമ്മൾ ആ സിനിമയുടെ എൻഡ് വരെ കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ മുഴുകിയിരിക്കണമെങ്കിൽ ആ തിരക്കഥയുടെ മകമാണ്. അത്ര നന്നായിട്ട് തിരക്കഥ ഒരു ഒഴുക്കോടെ എഴുതി ആ സിനിമ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഡയറക്ടറുടെ പേര് ഞാൻ മറന്നുപോയി. പുള്ളി ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. മാർട്ടിൻ പ്രക്കാട്ട് നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കണ്ടന്റ് കണ്ടിട്ട് പുള്ളി നിർമ്മിച്ചായിരിക്കും. തീർച്ചയായിട്ടും നല്ലൊരു മൂവിയാണ്. പിന്നെ അഭിനയം ചാക്കോച്ചനാണ്. വിശാഖ് നന്നായിട്ട് വില്ലൻ വേഷം. നമ്മളെ എമർജൻസിയില് പുള്ളി സഞ്ജയ് ഗാന്ധിയായിട്ട് ചെയ്തില്ലേ, അതേപോലെ ഇതില് നല്ല വില്ലൻ വേഷമാണ്. പുള്ളി ഫുട്ടേജിന് ശേഷം ഫുട്ടേജ് നല്ല സിനിമയുടെ ആ ഒരു ഇതുകൊണ്ട് അല്ലാതെ പുള്ളിയുടെ പെർഫോമൻസ് ഫുട്ടേജിൽ മോശമൊന്നുമല്ല. അത് കുറച്ച് ഹോട്ട് സിനിമയായിരുന്നു. ഇത് പുള്ളി നന്നായിട്ട് വില്ലൻ വേഷം പുള്ളിക്ക് ഇനി വേണമെങ്കിൽ എത്ര സിനിമകളിൽ വേണോ കൈകാര്യം ചെയ്യാം. അത്ര നന്നായിട്ട് പുള്ളി പെർഫോം ചെയ്തിട്ടുണ്ട്. അതെ, ഇത് പോലീസ് സ്റ്റേഷൻ. പുള്ളി പോലീസ് സ്റ്റേഷൻ മുമ്പും ചെയ്തിട്ടുണ്ട്. അതിൽ പുള്ളി ചെയ്തിട്ടുള്ള പോലീസ് സ്റ്റേഷനിലെ ഏറ്റവും നല്ല പോലീസ് സ്റ്റേഷൻ ഒന്ന് പറയാം. പിന്നെ സ്റ്റണ്ട്സ് ഇതിൽ നന്നായിട്ട് സ്റ്റണ്ട് ആക്ഷൻ കൊറിയോഗ്രാഫി ചെയ്തിട്ടുണ്ട്. പിന്നെ കാർ ചേസിങ് കാണിക്കുന്നുണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആരാണ്, ജെയ്ക്സ് ബിജോയ് തന്നെയാണോ എന്ന് അറിഞ്ഞൂടാ, പുള്ളിയാണെന്ന് തോന്നുന്നു. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ത്രില്ലറിന് പറ്റിയ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. സിനിമ കുഴപ്പമില്ല, ഒരു വൺ ടൈം വാച്ചബിൾ എന്ന് ഞാൻ പറയൂ. ഒരു സീറ്റേജ് ത്രില്ലർ എന്ന് അങ്ങനത്തെ രീതിയിൽ വന്നിട്ടില്ല. ഫസ്റ്റ് ഹാഫ് സിനിമയുടെ വളരെ മികച്ചതായിട്ട് തന്നെ പോയിട്ടുണ്ട്. കാരണം ഒരു നിമിഷം പോലും ലാഗ് അടിപ്പിക്കാതെ കൊണ്ടുപോകുന്നുണ്ട്. ഒരു ക്രൈം സീൻ നടക്കുന്നു, അതിനുശേഷം റാൻഡം ആയിട്ടുള്ള വേറെ സ്ഥലത്ത് വേറെ കുറെ കാര്യങ്ങൾ നടക്കുന്നു. പിന്നെ എല്ലാത്തിലും കൂടെ എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടോ എന്നുള്ളൊരു അന്വേഷണമാണ് പിന്നെ സിനിമയുടെ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഹാഫ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ഇമോഷണൽ കണക്ട് നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ആയിട്ടുണ്ട് സിനിമയിൽ. കൂടാതെ നമ്മുടെ ജെയ്ക്സ് ബിജോയ് അദ്ദേഹത്തിന്റെ ഒരു BGM കൂടെ വരുമ്പോഴത്തേക്കും നമുക്ക് പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്നതാണ്.